എല്ലാവർക്കും നമസ്കാരം. മാത്സ് ചാരറ്റിലേക്ക് സ്വാഗതം. മൂലം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂൺ 2024 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വാട്സപ്പ് നമ്പറും മറ്റു ഡീറ്റെയിൽസും ആണുള്ളത്. വാട്സപ്പ് വഴി മെസ്സേജ് ചോദിക്കാവുന്നതാണ്. പ്രൈവറ്റ് കൺസൾട്ടേഷൻ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. മൂലം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂൺ 2024 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Page of Cups, Ace of Cups, Justice energy, Temperance energy, Five of Swords, King of Wands. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പേജ് ഓഫ് കപ്സ് എനർജിയാണ്. ഈ ഒരു മാസത്തിന്റെ തുടക്കം വളരെ സുന്ദരമായിട്ടുള്ള ഒരു നിമിഷത്തോട് കൂടിയിട്ട് അല്ലെങ്കിൽ സുന്ദരമായിട്ടുള്ള ഒരു ദിവസത്തോട് കൂടിയിട്ടായിരിക്കും ഈ ഒരു മാസം നിങ്ങൾ തുടങ്ങുന്നത്. ജീവിതത്തിൽ ഒത്തിരി സന്തോഷം തരുന്ന വളരെ സുപ്രധാനമായിട്ടുള്ളൊരു വാർത്തയോ നല്ലൊരു കാര്യമോ കേട്ടുകൊണ്ടായിരിക്കും ഈ മാസം ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാസം തുടങ്ങുമ്പോൾ തന്നെ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട് എന്നുള്ളത് കാണിക്കുന്നു. എന്നിരുന്നാലും പൂർണ്ണമായിട്ടും എല്ലാ ദിവസവും ഒരുപോലെ തന്നെ ആയിരിക്കില്ല. ഇടയ്ക്ക് കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ സംഭവിക്കാം, ചാലഞ്ചസ് ഒക്കെ ഉണ്ടാവുമെങ്കിലും പൊതുവിൽ നല്ലൊരു മാസം തന്നെയായിരിക്കും ഈ ഒരു മാസം. ആദ്യം തന്നെ പ്രണയത്തിലായിട്ടുള്ളവർക്ക് പ്രണയ സാക്ഷാത്കാരം, അതായത് വീട്ടിൽ അറിഞ്ഞ് വിവാഹം നടത്തി തരുന്ന ഒരു സാഹചര്യമുണ്ട്. അല്ലാത്തവരെ, സിംഗിൾ ആയിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം പ്രണയത്തിൽ അകപ്പെടുന്ന സാഹചര്യം, പ്രണയാഭ്യർത്ഥനകളൊക്കെ ലഭിക്കുന്ന സാഹചര്യമൊക്കെ ഈ ഒരു മാസത്തിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു വളരെ ഫാസ്റ്റ് ആയിട്ടുള്ളൊരു സമയമാണ് ഈ ഒരു മാസം. പെട്ടെന്ന് ആയിരിക്കും ഓരോരോ കാര്യങ്ങൾ വരുന്നത്. പെട്ടെന്ന് ചെയ്തു തീർക്കേണ്ടുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ജോലിയിലാണെങ്കിൽ കൂടിയും ഒത്തിരി കാര്യങ്ങൾ വരും. അതിന്റെ ഡെഡ് ലൈൻസ് ഒക്കെ വളരെ പെട്ടെന്നായിരിക്കും, വളരെ അടുത്തായിരിക്കും. അതുകൊണ്ട് വേഗം കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടി വരുന്ന കാര്യങ്ങൾ, അതേപോലെ പെട്ടെന്ന് തീരുമാനം എടുക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ, ഇതൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി ആണെങ്കിലും കൂടിയും ബിസി ആയതുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ അത് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ളൊരു വളർച്ച ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട് എല്ലാ അർത്ഥത്തിലും. അതേപോലെ തന്നെ മുന്നോട്ടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ടേക്ക് പോകാനുള്ള സമയമാണ്. ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് പോകേണ്ടത്. അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തിട്ടുണ്ട്, നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാൻ നിൽക്കുന്നവർക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇനി അടുത്ത പടിയിലേക്ക്, ഒരു പടി കൂടി ഉയരത്തിലേക്ക് നിങ്ങൾ പോവുകയാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതായത് പ്രോഗ്രസ് ആണ് ഈ ഒരു മാസത്തിൽ നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത്. ഏസ് ഓഫ് കപ്സ് എനർജിയാണ്. മാനസികമായിട്ട് കുറച്ച് നാളുകളായിട്ട് ഒത്തിരി സംഘർഷം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിലൊരു സംതൃപ്തി ഉണ്ടാകുന്നുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസത്തിൽ പൊതുവേ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ മെച്ചം തന്നെയാണ്. അതായത് പഠിക്കുന്ന കുട്ടികളാണെങ്കിലും പഠനത്തിൽ ഓടൊപ്പം തന്നെ മറ്റു കാര്യങ്ങൾ, അതായത് കലാപരമായിട്ട് സാഹിത്യം, സ്പോർട്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടി താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മേഖലയിൽ കഴിവ് തെളിയിക്കാൻ പറ്റുന്നു എന്നുള്ളതും നിങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. പ്രായമായിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇപ്പോൾ ഇന്ന് റിട്ടയർ ആയിട്ടുള്ളവർ ജോലി തീർന്നു, ഇനി എന്ത് ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം, എപ്പോഴും ബിസി ആയിട്ടിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾക്കൊരു പുതിയൊരു ജോലി ലഭിക്കുന്നുണ്ട്. അപ്പോൾ റിട്ടയർ ആയി കഴിഞ്ഞിട്ട് വീണ്ടും ഒരു പ്രൈവറ്റിൽ നിങ്ങൾക്കൊരു ജോലി സാധ്യത വരുന്നുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യാനായിട്ട്. അപ്പോൾ ഒത്തിരി സന്തോഷം തരുന്ന കാര്യമാണ്. അതല്ലാതെ ബിസിനസ്സിലേക്ക് ഇറങ്ങാനുള്ള അവസരവും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ബിസിനസ്സായിട്ട് മുന്നോട്ടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബിസിനസ്സിലേക്ക് ഇറങ്ങാനുള്ള ഒരു അവസരവും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ലൈഫിലെ പല കാര്യങ്ങളിലും നിങ്ങൾ കോമ്പറ്റീഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. കോമ്പറ്റീഷൻ നിങ്ങൾ അതൊരു തടസ്സമായിട്ടൊരു കാണാതെ അതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുത്ത് കണ്ട് അതിനു വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ ഇതുവരെ സാക്ഷാത്കരിക്കാത്ത സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നുണ്ട്. ചില ആളുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ
ഇതാണ് നിങ്ങളുടെ ആഗ്രഹം, ഇതാണ് നിങ്ങളുടെ സ്വപ്നം, ഇതാണ് നിങ്ങളുടെ പാഷൻ എന്നുള്ളത് തിരിച്ചറിയ പോലും ചെയ്യാത്ത ആളുകൾ നിങ്ങളുടെ പാഷൻ, നിങ്ങളുടെ സ്വപ്നം, നിങ്ങളുടെ ലക്ഷ്യം എന്താണ് നിങ്ങൾ ആദ്യമായി തിരിച്ചറിയുന്ന സമയമാണ്. കാരണം ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അവരുടെ ജീവിതം എങ്ങോട്ടേക്കാണ് പോകേണ്ടത്, എന്താണ് അവരുടെ ലക്ഷ്യം, ഇതേക്കുറിച്ചൊന്നും അവർക്ക് വലിയ ധാരണ ഉണ്ടാവില്ല. കാരണം അവർ ജീവിച്ചു വന്ന സാഹചര്യം, വളർത്തിക്കൊണ്ടു വന്ന സാഹചര്യം വെച്ചിട്ട് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള സങ്കോചം, സ്വതസിദ്ധമായിട്ടുള്ള സങ്കോചം കൊണ്ടോ പല കാര്യങ്ങളും അവർ സ്വയം ഇതാണ് എനിക്ക് വേണ്ടതെന്ന് ഉറപ്പിച്ച് പറയാനുള്ള ധൈര്യമില്ലാതിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു മാസത്തിന്റെ മറ്റൊരു പ്രത്യേകത. അതേപോലെ ജസ്റ്റിസ് കാർഡാണ്. നിങ്ങളുടെ ഭാഗത്ത് ഇവിടെ സ്ട്രോങ് എനർജിയാണ്, ജസ്റ്റിസ് ആൻഡ് ടെമ്പറൻസ് എനർജിയാണ്. ന്യായവും നീതിക്കും അനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പൊ ഇവിടെ എടുത്ത് പറയാൻ, നിങ്ങൾ ന്യായത്തിനും നീതിക്കും നിരക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് എങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. മറിച്ച് അഥവാ നിങ്ങൾ ഇനി കുറുക്കു വഴി തേടുകയോ അല്ലെങ്കിൽ നിങ്ങൾ നീതിക്കും ന്യായത്തിനും നിരക്കാത്ത വഴിയാണ് പോയിട്ടുള്ളത് എങ്കിൽ സാറ്റേണിന്റെ, ശനിയുടേതായിട്ടുള്ള സ്ട്രോങ് ഇത് ഉണ്ട്. അതായത് ശനിയുടെ ദൃഷ്ടി വളരെയധികം നിങ്ങളിലുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഭാഗത്ത് ന്യായത്തിനും നീതിക്കും നിരക്കാത്തത് എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഒരു ഫലമായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് വരുന്നത്. അപ്പൊ അതിലൊന്നും ചെയ്യാവുന്നത് നിങ്ങൾ അതിന്റെ ആക്കം കുറയ്ക്കാനോ അല്ലെങ്കിൽ പ്രായശ്ചിത്തം ചെയ്യാനോ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യാം. കേസുകളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ വിട്ടുകൊടുക്കാതെ ഇരിക്കേണ്ട ആവശ്യമില്ല. അവരുടെ കാര്യം മനസ്സിലാക്കി നിങ്ങളുടെ ഭാഗത്താണ് തെറ്റെന്ന് അറിഞ്ഞിട്ടും നിങ്ങൾ പിടിവാശി പിടിക്കേണ്ട ആളാണ് എങ്കിൽ അതിൽ നിന്ന് മാറി കോംപ്രമൈസിലേക്ക് പോവുക, കോടതിയിലേക്ക് കേസ് കൊണ്ടുപോവാതിരിക്കുക, പുറത്തു വെച്ച് തന്നെ സെറ്റിൽ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അല്ലെങ്കിൽ അത് വേറെ പല പുതിയ പുതിയ പ്രശ്നങ്ങളിലേക്കൊക്കെ കൊണ്ടുപോയേക്കാം. ഈ ഒരൊറ്റ കാര്യത്തിൽ നിൽക്കില്ല, അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ടെമ്പറൻസ് എനർജിയാണ്, ഡിപ്ലോമസിയാണ് ആവശ്യം. ഡിപ്ലോമസി എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ വലിയ രീതിയിൽ നിങ്ങളെ പേഴ്സണലി ബാധിക്കുന്നില്ല, വെറുതെ നാവുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് പോവുകയാണെങ്കിൽ പോട്ടെ എന്ന് വെക്കുക. വഴക്കിടാൻ പോകാതിരിക്കുക. കാരണം നിങ്ങൾ വഴക്കും പ്രശ്നമായിട്ട് പോകുമ്പോൾ ഏത് കാര്യത്തിനാണോ വഴക്കിടുന്നത് ആ കാര്യം ചിലപ്പോൾ വലിയ കാര്യമല്ലായിരിക്കും. പക്ഷെ പുതിയ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ പൊങ്ങി വരാൻ സാധ്യതയുണ്ട്. അതായത് അടച്ചു മൂടി വെച്ചിട്ടുള്ള ചില കാര്യങ്ങൾ പുറത്തേക്ക് വരാം. അപ്പൊ അതുകൊണ്ട് തന്നെ വഴക്കും കാര്യങ്ങൾക്കും ഒന്നും പോകാതിരിക്കുക, സ്വസ്ഥമായിട്ട് ജീവിതം മുന്നോട്ടേക്ക് നയിക്കുക, ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ കൊണ്ടെത്തുക എന്നുള്ളതാണ്. അതിനി ഫാമിലി ലൈഫിലാണെങ്കിലും പുറത്താണെങ്കിലും. ഫാമിലിയിലും ഇതുപോലെയുള്ള വഴക്കുകൾ ഇതിനു മുമ്പ് നടന്നിട്ടുണ്ടാവും, പക്ഷെ ഇപ്പോഴത്തെ സമയം ശരിയല്ലാത്തത് കൊണ്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് കുടുംബത്തിലായാലും. കാരണം 5 ഓഫ് സോർട്സ് എനർജിയാണ്. വഴക്കും പ്രശ്നങ്ങളും തലവേദനകൾ, സ്വസ്ഥതക്കുറവും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഫാമിലിയിലാണെങ്കിൽ വഴക്കുകൾ ഉണ്ടാകുമ്പോൾ അത് വലിയൊരു ലെവലിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഈ ഒരു സമയത്തിൻ്റെതായിട്ടുള്ള ഒരു സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ പൊതുവേ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വിട്ടുപോകുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം അതങ്ങനെ വിട്ടുപോകുന്നുണ്ടാവില്ല. ചില ആളുകൾ ഡിവോഴ്സിന്റെ വക്കിൽ വരെ എത്താവുന്ന സാഹചര്യം ഇവിടെ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ ഈ പറയാനുള്ളൊരു കാര്യം, നിങ്ങളുടെ ദേഷ്യം നിയന്ത്രിച്ചാൽ അല്ലെങ്കിൽ എല്ലാ കാര്യത്തിനും നിങ്ങൾ മറുപടി പറയാൻ നിൽക്കാതിരിക്കുക, എല്ലാത്തിനും റിയാക്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അത് ശ്രദ്ധിക്കുക എന്നുള്ളത്. അതോടൊപ്പം തന്നെ കിങ് ഓഫ് ഫോൺസ് എനർജിയാണ് വന്നിരിക്കുന്നത്. ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് കരിയർ വൈസ് നിങ്ങൾ വലിയ ഉയരത്തിലേക്ക് പോകുന്ന ഒരു മാസമാണ്. അപ്പോൾ കരിയർ സംബന്ധിച്ച് പുതിയ എന്തെങ്കിലും മീറ്റിംഗ്സ്, കോൺഫറൻസ്, സെമിനാർസ് ഒക്കെ അറ്റൻഡ് ചെയ്യാനുള്ള അവസരം വരികയാണെങ്കിൽ അത് ഉപയോഗപ്പെടുത്താം. ജോലി സംബന്ധമായിട്ടുള്ള യാത്രകൾ ആവശ്യം വരികയാണെങ്കിൽ അത് ഉപയോഗപ്പെടുത്താവുന്ന, അതൊക്കെ നിങ്ങളുടെ ജോലിയിൽ മാറ്റുകൂട്ടുന്ന ഒന്നായിരിക്കും. ചില ആളുകൾ നിങ്ങൾ ജോലി വിട്ടിട്ട് ബിസിനസ്സിലേക്കോ അല്ലെങ്കിൽ കൃഷിയിലേക്ക് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെറിയ രീതിയിൽ തുടങ്ങി വലിയൊരു ലെവലിലേക്ക് പോകുന്നു എന്നുള്ളത്. റിട്ടയർ ആകാൻ പോകുന്ന ആളുകൾ ചെറിയ രീതിയിൽ ഇപ്പോഴേ കൃഷിയൊക്കെ തുടങ്ങി അതിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്നതായിട്ടും സൂചിപ്പിക്കുന്നുണ്ട്. അല്ലാത്തവരാണെങ്കിലും നിങ്ങൾ ചെറിയ രീതിയിൽ തുടങ്ങി പിന്നീട് ആ ഒരു ലെവലിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ, ജീവിതം നയിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം കൂടിയിട്ട് നിങ്ങൾ നടത്തുന്നതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു മാസം നിങ്ങൾ ഏത് ദൈവത്തെയാണ് ആരാധിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. നിങ്ങൾ ഏത് ദൈവത്തെയാണ് തൃക്കേട്ട നക്ഷത്രക്കാർ ആരാധിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ഭദ്രകാളി ദേവിയാണ് ആരാധിക്കേണ്ടത്. ഭദ്രകാളി
ദേവിയെ മനസ്സിൽ ധ്യാനിക്കുക. അതേപോലെ തന്നെ ദേവി ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നത് നല്ലതായിരിക്കും. ചോറ്റാനിക്കര, കൊടുങ്ങല്ലൂർ ക്ഷേത്രങ്ങൾ തുടങ്ങിയ ദേവീ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നത്, ഉഗ്രമൂർത്തിയായിട്ട് ഭാവത്തിലിരിക്കുന്ന ദേവീക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതേപോലെ തന്നെ മഞ്ഞൾപ്പറ, നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ മഞ്ഞൾപ്പറ കഴിപ്പിക്കാവുന്നതാണ്. നാരങ്ങ വിളക്ക് പോലുള്ള കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. ആഗ്രഹസബലീകരണത്തിനും മറ്റുമൊക്കെ ഈ കാര്യങ്ങൾ ചെയ്യാം. അതേപോലെ തന്നെ ദേഷ്യം നിയന്ത്രിക്കുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടും ഒക്കെ ദേവീക്ഷേത്രങ്ങൾ സന്ദർശിക്കുകയും ദേവീ പ്രീതിക്കായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് പ്രയോജനം ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുമെങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.